ഗുഡ് മോർണിംഗ് ആൾ എല്ലാവരെയും ഞാൻ ഈ ഗ്ലോബൽ സിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് ഭീമ. കൊല്ലം ജില്ലയിൽ ചടയമംഗലമാണ് എന്റെ സ്വദേശം. ആദ്യമായിട്ട് പ്ലാൻ കേൾക്കാൻ വന്നവർ എല്ലാവരെയും ഞാൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം. കാരണം അത്രയ്ക്കും ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ കണക്ട് ആയിരിക്കുന്നത്. ഇത് കുറച്ച് സമയം ക്ഷമയോടുകൂടി ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് വലിയ തോതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് നിങ്ങൾ കണക്ട് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം ലീവ് ആവുക എന്നൊരു റിക്വസ്റ്റ് കൂടി എനിക്കുണ്ട്. ഇനി ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എറണാകുളം കോതമംഗലം സ്വദേശിയായ സുഷിത മാം ആണ്. സുഷിത മാം ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ആയിട്ട് 1 വർഷത്തോളം ആകുന്നു. ഇതിനകത്ത് സിൽവർ ഡയറക്ടർ ലെവൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാവൽ ഫണ്ട് അച്ചീവർ കൂടിയാണ്. സുഷിത മാമിനെ ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സുഷിത മാം. താങ്ക് യു സോ മച്ച്. വളരെ നല്ല രീതിയിൽ തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. താങ്ക് യു സോ മച്ച് ഭീമ മാം. എന്റെ അപ്ലൈൻ തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷനിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. കാരണം നിങ്ങളുടെ ലൈഫിനെ ഒരു 360 ഡിഗ്രി ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്രസന്റേഷൻ കേൾക്കാനാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രസന്റേഷൻ ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഉപമ ഉൽപ്രേക്ഷ, അതായത് അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു പ്രസന്റേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. കാരണം ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ അല്ല നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിനെ സെക്യൂർ ചെയ്യാൻ, നിങ്ങളുടെ ഫാമിലി സെക്യൂർ ചെയ്യാൻ, നിങ്ങളുടെ തലമുറ തോറും സെക്യൂർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബിസിനസിന്റെയൊക്കെ ഒരു ഡെസ്റ്റിനിയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഡിസിഷൻ എപ്പോഴും നിങ്ങളുടെ തന്നെ ആയിരിക്കും. ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ ഒരു പ്രസന്റേഷനിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളുമായിട്ട് സംസാരിക്കാം. നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സ്ലൈഡ് പ്രസന്റേഷനിലേക്ക് കടക്കുകയാണ്. ഓക്കെ, വിന്നിംഗ് ടീം, ദ ടീം ഓഫ് ചാമ്പ്യൻസ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിട്ടുള്ള വിന്നിംഗ് ടീമിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്തോ പറഞ്ഞാല് സീറോ ഇൻവെസ്റ്റ്മെന്റിലാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. സാധാരണ ഒരു ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് എങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് സാധാരണ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല അല്ലെ? പക്ഷെ ഇവിടെ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്കൊരു ഹീറോ ആയി മാറാനുള്ള ഒരു അവസരമാണ്. ഈ ഒരു ബിസിനസ് നമ്മൾ ഈ ഒരു വിന്നിംഗ് ടീമിന്റെ ബാക്കപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ബിസിനസ്സിൽ വിജയിച്ചു വന്ന വ്യക്തികളുടെ ടീം ഓഫ് ചാമ്പ്യൻസ്, അവരുടെ ഒരു കൂട്ടായ്മയാണ് വിന്നിംഗ് ടീം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഉപദേശങ്ങളും അല്ലെങ്കിൽ നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വിന്നിംഗ് ടീം. ഇവരുടെ ഡ്രീം പ്രോജക്റ്റ് ആണ് CEO, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. സ്മാർട്ട് കൺസ്യൂമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് ഒരു വരുമാനം കൂടെ നേടിത്തരുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സിസ്റ്റം. അടുത്ത സ്ലൈഡിൽ നമ്മൾ കാണുന്നത് ഒരു വ്യക്തിയുടെ കോമൺ ആയിട്ടുള്ള കുറച്ച് സ്വപ്നങ്ങളെയാണ്. സർ സ്ലൈഡ്. ഓക്കെ, വാട്ട് ഈസ് യുവർ ഡ്രീം? നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുള്ള വ്യക്തികളാണ് അല്ലെ? പലതരത്തിലുള്ള സ്വപ്നങ്ങളായിരിക്കാം. ഇവിടെ ഒരു വ്യക്തിയുടെ കോമൺ ആയിട്ടുള്ള കുറച്ച് സ്വപ്നങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. പൈസ വേണം, കാറ് വേണം, അതും നമ്മുടെ ഡ്രീംസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെ? നമ്മുടെ ഡ്രീംസിലുള്ള ഒരു കാർ വേണം, വേൾഡ് ടൂർ പോകണം, അതുപോലെ തന്നെ ഡ്രീം ഹൗസ് സ്വന്തമാക്കണം, മറ്റുള്ളവരോടൊപ്പം സമയം ചെലവഴിക്കണം, അവരെ സഹായിക്കണം. ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ പല സാഹചര്യങ്ങളിലും പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളിൽ പകുതിയിലധികം നിറവേറാറില്ല അല്ലെ? അതിന്റെ മെയിൻ ആയിട്ട് വരുന്ന കുറെ അധികം കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പോ ഈ ഒരു പ്രസന്റേഷൻ കേൾക്കുന്ന വ്യക്തികളിലും കാറും വീടും ഒക്കെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ടൂറൊക്കെ പോയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം. പക്ഷെ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു കാറും വീടും അല്ലെങ്കിൽ ഒരു ടൂർ പാക്കേജ് ഒക്കെ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടാവും അല്ലെ? പക്ഷെ നമ്മുടെ സ്വപ്നങ്ങളിലുള്ള ആ വീടും കാറൊക്കെ അവിടെ തന്നെ അവശേഷിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി സാധിക്കുന്നുണ്ട്. അപ്പോ വിന്നിംഗ് ടീം നമുക്ക് മുമ്പിൽ പറയുന്നു, ഒരു സക്സസ്ഫുൾ ലൈഫ് നമ്മളിലേക്ക് നേടിയെടുക്കാനായിട്ട് ഒരു കോമ്പിനേഷൻ വിന്നിംഗ് ടീം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സക്സസ്ഫുൾ ലൈഫ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഇനഫ് മണി, ഇനഫ് ടൈം, പ്രോപ്പർ ഹെൽത്ത് ആൻഡ് ലൈഫ് സെക്യൂരിറ്റി. ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു ഇനഫ് ആയിട്ടുള്ള മണി, നമുക്ക് ആവശ്യത്തിന് പൈസ വേണം, ആവശ്യത്തിന് സമയം വേണം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു ആരോഗ്യം വേണം, അതുപോലെ തന്നെ ഒരു ലൈഫ് സെക്യൂരിറ്റി, ഇതെല്ലാം നിലനിർത്തി പോകാനുള്ള
ഒരു സെക്യൂരിറ്റി സിസ്റ്റം കൂടെ നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. ഇത് നാലും കൂടെ ഒരു അത്യാവശ്യം ഒരു പ്രൊപ്പോർഷനേറ്റിൽ നമുക്ക് കൂടിച്ചേരുമ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫ് ഒരു സക്സസ്ഫുൾ ആയി എന്ന് പറയാനായിട്ട് സാധിക്കുന്നതാവുള്ളൂ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പൈസ അത്യാവശ്യമാണ് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ. ഇപ്പൊ അത്യാവശ്യത്തിന് പൈസ ഉള്ള വ്യക്തിയാണ് എങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രീം കാർ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ പൈസ മാത്രം മതിയോ? പോരാ, നമുക്ക് നല്ലൊരു സമയം കൂടെ വേണം. ഒരുപാട് പൈസയുള്ള വ്യക്തിയാണ്, പക്ഷെ നമുക്കത് ചെലവഴിക്കാനായിട്ട് നല്ലൊരു സമയം കിട്ടുന്നില്ല. ഒരു വേൾഡ് ടൂർ പോകാനായിട്ട് അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല എങ്കിലോ ഒരുപാട് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അല്ലെ. അപ്പോൾ നല്ലൊരു സമയം കൂടെ നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരുപാട് പൈസയുണ്ട്, സമയവും അത്യാവശ്യത്തിലധികം സമയമുണ്ട്, പക്ഷെ നമുക്ക് നല്ലൊരു ആരോഗ്യമില്ല. നമ്മുടെ കൂടെ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തികളാണ്, അവർ എപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആണ്, കിടപ്പ് രോഗികളാണ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഉള്ള പൈസയും അതുപോലെ തന്നെ നമ്മുടെ സമയവും അവരിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടതായിട്ട് വരാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഒരു നല്ല രീതിയിൽ ഒരു എന്താ പറയാ ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കില്ല അത്, ഒരു ആരോഗ്യം സ്ഥിതി മോശമാണെങ്കിൽ. അപ്പൊ ഇത് മൂന്നും കൂടെ നല്ല രീതിയിൽ നമുക്ക് നിലനിർത്തി പോകണം. അത് നമുക്ക് ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്കോ വേണ്ടി മാത്രം പോരാ, നമ്മുടെ ലൈഫ് ലോങ് വേണം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ലൈഫും അതുപോലെ തന്നെ സെക്യൂർ ആവാൻ അല്ലെങ്കിൽ ഹാപ്പി ആവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ നിലനിർത്തി പോകാനുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റം ആണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ പറയുകയാണ്. വാട്ട് ഈസ് യുവർ കറന്റ് ഇൻകം സ്റ്റാറ്റസ്? ഇതിനെല്ലാം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ഇതിനുള്ള ആൻസേഴ്സ് കടത്തിവിടാം നിങ്ങൾക്ക്. നിങ്ങളുടെ ഇപ്പോഴുള്ള വരുമാനം, നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണോ? അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വരുമാനം കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ എല്ലാ ചെലവുകളും കഴിച്ചിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? വാട്ട് അബൌട്ട് യുവർ സേവിങ്സ് ഫോർ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ എന്ത് മാത്രമാണ് സേവ് ചെയ്തു വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സേവ് ചെയ്തു വെച്ചിട്ടുണ്ടോ? ആർ യു ഷുവർ അബൌട്ട് യുവർ ജോബ് സെക്യൂരിറ്റി? ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ ലൈഫിനെ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് നിങ്ങൾക്ക് തരുന്നുണ്ടോ? അതുപോലെ തന്നെ ഹൗ വിൽ യു മാനേജ് when your current income stops? ഈ സ്റ്റോപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു പേടിയാണ് അല്ലെ. കാരണം നിങ്ങൾക്ക് ഉള്ള വരുമാനം നിലച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അറിയാം, ഒരു ദിവസം ജോലി ഇല്ല എങ്കിൽ അടുത്ത ദിവസം അവിടെ ചിലപ്പോൾ കറി വെക്കാൻ നല്ലൊരു കറി വെക്കാനായിട്ട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത ദിവസത്തെ EMI പേ ചെയ്യാനുണ്ടാവില്ല. അതൊക്കെ നമ്മൾ വായ്പ വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ ഡു യു ഹാവ് ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഒരു നല്ല സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇതിന്റെ എല്ലാം ഉത്തരങ്ങൾ ഏകദേശം ഒരു 99% നോ എന്നായിരിക്കും അല്ലെ. ആ നോ എന്ന ആൻസറിനെ, ആ ഒരു ബിഗ് നോയെ ഒരു ബിഗ് യെസ് ആക്കി മാറ്റാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് ഒരു ടൈപ്സ് ഓഫ് ഇൻകം, നമ്മളിലേക്ക് എങ്ങനെയാണ് വ്യക്തികളിലേക്ക് വരുമാനം വരുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. ആക്റ്റീവ് ഇൻകം ആയിട്ടും അതുപോലെ തന്നെ പാസീവ് ഇൻകം ആയിട്ടും 2 ടൈപ്പിലാണ് വ്യക്തികളിലേക്ക് വരുമാനം വരുന്നത്. അതായത് ആക്റ്റീവ് ഇൻകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് ആ വേർഡിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു എന്താ പറയാ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ് ആക്റ്റീവ് ഇൻകം. എംപ്ലോയി, സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയിൽ വരുന്ന, സ്വന്തമായി മറ്റുള്ളവരുടെ കീഴിൽ ജോലിക്ക് പോകുന്നവരും അതുപോലെ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കഴിവൊക്കെ ഉള്ളവരൊക്കെ ജോലി സ്വന്തമായിട്ട് ചെയ്യുന്നപ്പോ വക്കീലന്മാരൊക്കെ അവര് സെൽഫ് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് അല്ലെ. അപ്പൊ അവരൊക്കെയാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. പോപ്പുലേഷന്റെ 95% വ്യക്തികളും ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. അവരുടെ കൈകളിലുള്ള വരുമാനം എന്ന് പറയുന്നത് വെറും 5% മാത്രമാണ്. കാരണം എന്താണ്? അവർ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ് അവരിലേക്ക് ഒരു വരുമാനം കിട്ടുന്നത് അല്ലെ. അപ്പൊ ആ ഒരു 5% വെൽത്ത് മാത്രമാണ് ഇവരുടെ കൈകളിലുള്ളത്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ കാണാം പാസീവ് ആയിട്ടുള്ള ഇൻകം വാങ്ങിക്കുന്ന ഒരു വിഭാഗം. ബിസിനസ് ഓണേഴ്സും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സും അവരാണ് പാസീവ് ഇൻകം വാങ്ങിക്കുന്നത്. പാസീവ് ഇൻകം എന്ന് പറയുമ്പോൾ അവരൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവരൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷെയർ മാർക്കറ്റ് അതുപോലെ തന്നെ ലാൻഡൊക്കെ വാങ്ങിയിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഒരു ഹ്യൂജ് എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ തലമുറയിലേക്ക് ഒരു വരുമാനം, അവരവിടെ പോയിട്ടില്ല എങ്കിൽ പോലും അവർക്ക് അവരുടെ തലമുറയിലേക്ക് ഒരു വരുമാനം കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവിടെ അവര് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. പോപ്പുലേഷന്റെ 5% വ്യക്തികൾ മാത്രമാണ് ഈ ഒരു പാസീവ് ഇൻകം ഏൺ ചെയ്യുന്ന വ്യക്തികൾ. അതായത് നമ്മളുടെ ആബ്സെൻസിൽ പോലും നമ്മളിലേക്ക് വരുമാനം വരുന്ന ഒരു രീതിയാണ് പാസീവ് ഇൻകം. പക്ഷെ അവരുടെ കൈകളിലുള്ള വരുമാനം എന്ന് പറയുന്നത് 95% വരുമാനം അവരുടെ കൈകളിലാണ്. നമ്മൾ നേരത്തെ സ്വപ്നങ്ങളിൽ മാത്രം ബാക്കി വെച്ചിരുന്ന നമ്മളുടെ ഡ്രീം കാറും
ഡ്രീം ഹൗസ് ഒക്കെ സ്വന്തമാക്കിയിട്ടുള്ള അത്യാവശ്യത്തിൽ അധികം പൈസയൊക്കെ ഉള്ള ഈ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. പക്ഷെ അവര് എന്താണ് അവിടെ പ്രത്യേകത? അവര് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടല്ലേ. പക്ഷെ നമ്മളുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയോ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഈ ഒരു ആക്റ്റീവ് ഇൻകം കാറ്റഗറിയിൽ നിന്ന് പാസീവ് ഇൻകം കാറ്റഗറിയിലേക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സിസ്റ്റം. ഓക്കെ, ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് വഴി എന്തെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഒരു എക്സ്ട്രാ ഇൻകം. ഒരു സീറോ ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള റിസ്കി എലമെന്റ്സ് ഇല്ലാതെ ജോലിയുള്ളവർക്കും അതുപോലെ തന്നെ 18 വയസ്സ് കഴിഞ്ഞ സ്റ്റുഡൻസിനും വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്തുകൊണ്ട് ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതുവഴി സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം, ഒരു സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം. നമ്മൾ എപ്പോഴും ഇപ്പൊ ഒരു പ്രോഡക്റ്റ്, എന്തൊരു പ്രോഡക്റ്റ് ആണെങ്കിലും വാങ്ങിക്കാൻ പോകുമ്പോൾ ആദ്യം അതിന്റെ വില നോക്കും അല്ലെ. ആ വില നോക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അത് അഫോർഡബിൾ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അത് സ്വന്തമാക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഇവിടെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് പ്രൈസ് ടാഗ് നോക്കാതെ അതിന്റെ വില എന്തുമായിക്കോട്ടെ അത് സ്വന്തമാക്കുന്ന രീതിയിലേക്ക് ഒരു സാമ്പത്തികമായിട്ട് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ടൈം ഫ്രീഡം പോസിബിൾ ആണ്. ഇപ്പോൾ ജോലി ചെയ്യുന്ന വ്യക്തികളും ഇപ്പോ ഈ ഒരു പ്രസന്റേഷൻ കേൾക്കാനും തന്നെ ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു റിസ്ക് എടുത്തിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു പ്രസന്റേഷൻ തന്നെ കേൾക്കാനായിട്ട് വ്യക്തികൾ എത്തിയിട്ടുണ്ടാവുക. അപ്പൊ അവിടെ ഒരു ടൈമിന് ഒരു ഫ്രീഡം ഇല്ല. നമ്മളുടെ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. അതല്ലാതെ ഇത്ര സമയം ചെയ്യാൻ പാടില്ല, അങ്ങനെ യാതൊരു തരത്തിലുള്ള ടൈം റെസ്ട്രിക്ഷനും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ടൈം ഫ്രീഡം ഇവിടെ പോസിബിൾ ആണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹെൽത്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഒരു ഹെൽത്തി ലൈഫ് നമ്മളിലേക്ക് നേടിയെടുക്കാനും അത് മറ്റുള്ളവരിലേക്ക് പ്രൊവൈഡ് ചെയ്യാനും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ ലിവ് എ ലെഗസി, നമുക്കൊരു ലെജൻഡ് ആയിട്ട് ജീവിക്കാൻ സാധിക്കും. ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത, നമ്മൾക്ക് ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ ചെയ്തു വെച്ചുകൊണ്ട് 18 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളിലേക്ക്, നമ്മുടെ തലമുറയിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും തലമുറ തോറും നമ്മളെ ഓർക്കുന്ന രീതിയിലേക്ക് ഒരു ലെജൻഡറി ലൈഫ് ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു ഏർലി റിട്ടയർമെന്റ് പോസിബിൾ ആണ്. സാധാരണ ഒരു റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു 60-65 വയസ്സ് വരെ, അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ഒരു ആരോഗ്യം ക്ഷയിക്കുന്നത് വരെ അവർക്ക് ജോലിക്ക് പോകേണ്ട അവസ്ഥയാണ്. അപ്പൊ ഒരു ശരിക്കും പറഞ്ഞാൽ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഒരു 65 വയസ്സ് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി അല്ലാത്ത ഒരു ലൈഫ് ആയിരിക്കും. ഒരുപാട് അസുഖങ്ങളും മരുന്നുകളും ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ ആ ഒരു കാലം കടന്നു പോകുക അല്ലെ. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ ഒരു ബിസിനസ് ഒരു 5 to 10 years നിങ്ങൾ ഇതൊരു പ്രൊജക്ട് ആയിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏർലി റിട്ടയർമെന്റ് പോസിബിൾ ആണ്. അതും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഏർലി റിട്ടയർമെന്റ് ഇവിടെ പോസിബിൾ ആണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പോസിബിൾ ആണ്. അത്രയും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ്സ് ആണ് നമുക്ക് വിന്നിംഗ് ടീം പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണലി നമുക്ക് ഒരുപാട് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ട്രാവൽ അറൌണ്ട് ദ വേൾഡ്, നമുക്ക് വേൾഡ് ടൂർ പോസിബിൾ ആണ്. ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. മറ്റുള്ളവരെ എങ്ങനെയാണ് സഹായിക്കുന്നത്? കാരണം നമുക്ക് പല സാഹചര്യങ്ങളിലും നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും എല്ലാം സഹായിക്കണം. നമുക്ക് ഒരു പരിചയമില്ലാത്ത വ്യക്തികളെ വരെ സഹായിക്കണം എന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും അല്ലെ. പക്ഷെ നമുക്കതിന് സാധിക്കാത്തത് നമ്മളും നമ്മുടേതായിട്ടുള്ള എക്സ്പെൻസും അതുപോലെ തന്നെ ബിസി ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾക്കതിന് സാധിക്കാറില്ല. അവരുടെ 1-2 ആവശ്യങ്ങളിൽ അവർക്ക് കുറച്ച് പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവരോടൊപ്പം ഇരുന്ന് സമയം ചെലവഴിച്ചിട്ടോ നമുക്ക് സഹായിക്കാൻ സാധിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും സാധിക്കാറില്ല. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നേടിയെടുത്ത കാര്യങ്ങൾ അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് നേടിക്കൊടുത്തുകൊണ്ട് അവരുടെ ലൈഫിനെ കൂടെ കളറാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽപ്പിംഗ് അതേഴ്സ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഇതിനെല്ലാം വേണ്ടി വിന്നിംഗ് ടീം നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. 2004 ഡൽഹി ബേസ്ഡ് ആയിട്ട് 10 പ്രോഡക്ട്സും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സും മാത്രമായിട്ട് തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഇതിന്റെ ഫൗണ്ടർ ആയിട്ട് വരുന്നത് മിസ്റ്റർ ഗൗതം വാലി സാറാണ്, ചെയറിലിരിക്കുന്ന വ്യക്തി. അതുപോലെ തന്നെ മിസ്റ്റർ കൺവർബീർ സിംഗ് ആൻഡ് മിസ്റ്റർ ദീപക് സു സാറാണ് കോ ഫൗണ്ടേഴ്സ് ആയിട്ട് വരുന്നത്. 20 വർഷം പൂർത്തീകരിച്ചിട്ടുള്ള ഈ ഒരു കമ്പനിക്ക് ഇപ്പോൾ 450-ലധികം ഓൺ പ്രോഡക്ട്സും 5000-ലധികം ഓഫീസുകളും 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സും സ്വന്തമായിട്ടുണ്ട്. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ലോകത്തിലെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ എടുത്ത് നോക്കിയാൽ നമ്മൾ 38ാമത്തെ പൊസിഷനിലാണ് ഉള്ളത്. ഇപ്പൊ സ്റ്റാർട്ടിംഗിൽ നമ്മൾ കണ്ടു 10 പ്രോഡക്ട്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 450-ലധികം ഓൺ പ്രോഡക്ട്സിലേക്ക് 20 വർഷത്തിലധികമായിട്ട് കമ്പനി വിജയകരമായിട്ട് മുന്നേറുന്നുണ്ടെങ്കിലും കമ്പനിയുടെ ക്രെഡിബിലിറ്റി ഓഫ് കോഴ്സ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ത്യ കൂടാതെ തന്നെ UAE, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഘാന, ഐവറി കോസ്റ്റ് ആൻഡ് ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിലെല്ലാം കമ്പനി ഓൾറെഡി റണ്ണിങ്ങിലാണ്. ഇത് നമ്മുടെ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻസ് ആണ്. ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക്, അതുപോലെ തന്നെ ബെസ്റ്റ് ട്രസ്റ്റഡ് കമ്പനിക്കുള്ള പ്രോഡക്ട്സിനുള്ള അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിക്കുള്ള അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡ് ലഭിച്ചിട്ടുള്ള കമ്പനിയാണ്. ഇതിന്റെ പ്രോഡക്റ്റ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ കമ്പനി ഒരു പ്രോഡക്റ്റ് ഓറിയന്റഡ് കമ്പനിയാണ്. എല്ലാ കമ്പനീസിന്റെയും നട്ടെല്ല് എന്ന് പറയുന്നത് അവരുടെ പ്രോഡക്ട്സ് തന്നെയാണ്. നമ്മുടെ കമ്പനിയും ഒരു പ്രോഡക്റ്റ് ഓറിയന്റഡ് കമ്പനിയാണ്. അതിന്റെ പ്രൊഫൈലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഇൻ അഫോർഡബിൾ പ്രൈസ്, ഏതൊരു സാധാരണക്കാർക്കും വാങ്ങി യൂസ് ചെയ്യാൻ സാധിക്കുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മുടെ കമ്പനി നമ്മൾക്ക് ഈ പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മൾ ഏതൊരു സ്ഥലത്ത് ഇരുന്നും വെസ്റ്റീജിന്റെ പ്രോഡക്ട്സ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ സെയിം ക്വാളിറ്റി പ്രോഡക്ട്സ്, നമുക്ക് പറയാം കേരളത്തിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതും വിദേശത്ത് നിന്ന് നമ്മുടെ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ കൊണ്ടുവരുന്ന പ്രോഡക്ട്സും തമ്മിലുള്ള ക്വാളിറ്റി ഡിഫറൻസ് നമുക്കറിയാലേ. പക്ഷേ വെസ്റ്റീജിന്റെ പ്രോഡക്ട്സ് നിങ്ങൾ എവിടെ ഇരുന്നും വാങ്ങിച്ചോ നിങ്ങൾക്ക് സെയിം ക്വാളിറ്റി പ്രോഡക്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ വിത്ത് മണി ബാക്ക് ഗ്യാരണ്ടി, നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് 30% വരെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടില്ല, അത് കമ്പനിയെ നമുക്ക് അറിയിക്കാനായിട്ട് സാധിക്കും. കമ്പനിയുടെ റിട്ടേണിംഗ് പോളിസി അനുസരിച്ചിട്ട് നമുക്ക് പ്രോഡക്ട്സ് തിരിച്ചു കൊടുക്കാൻ സാധിക്കും. GST കഴിച്ചിട്ടുള്ള എമൗണ്ട് വൗച്ചറായിട്ട് മണി ബാക്ക് ഗ്യാരണ്ടി 100% നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അത്രയധികം ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു മണി ബാക്ക് ഗ്യാരണ്ടി കമ്പനിക്ക് അഷ്വർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ പ്രോഡക്ട്സിന്റെ കാറ്റഗറീസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രോഡക്ട്സ് കാണുന്നുണ്ട് അല്ലെ. അപ്പോ ഇത് പ്രോഡക്ട്സ് വാങ്ങി നിങ്ങൾ സെയിൽ ചെയ്യേണ്ട ഒരു ബിസിനസ് ആണെന്ന് ദയവ് ചെയ്ത് നിങ്ങൾ ആരും വിചാരിക്കരുത്. ഓക്കെ, നമ്മുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്ലിമെന്റ് കാറ്റഗറി പ്രോഡക്ട്സ് ആണ് ഇവിടെ. നമ്മുടെ കമ്പനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഹെൽത്തിന് തന്നെയാണ്. ഒരു നല്ല ആരോഗ്യം നമ്മളിലേക്ക് നേടിയെടുക്കുന്നത് വഴി നമുക്ക് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാനും അതുപോലെ തന്നെ നമുക്കൊരു ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് സമ്പാദിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ഹെൽത്ത് തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഹെൽത്തി ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സപ്ലിമെന്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഈ കാറ്റഗറീസ് ഒന്ന് പരിചയപ്പെടാം. ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലുകളുടെയും അതുപോലെ കാൽഷ്യം അഭാവം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനായിട്ട് ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്തിൽ കാൽഷ്യം, ഗ്ലൂക്കോസമിൻ അതുപോലെ തന്നെ കൊളാജൻ വരുന്നുണ്ട്. ഷുഗർ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഗ്ലിസമിക് ഹെൽത്ത് കാറ്റഗറി വരുന്നുണ്ട്. നീം അതുപോലെ തന്നെ പ്രീ ഗ്ലൂക്കോ ഹെൽത്ത്, സ്റ്റീവിയ, ഇത് നമുക്ക് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഷുഗർ വരാതിരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് കാറ്റഗറിയാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, പ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ തന്നെ പ്രതിരോധ ശേഷി കൂട്ടിക്കൊണ്ട് നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് കാറ്റഗറി വരുന്നുണ്ട്. അതിൽ സ്പൈറുലിന, നോനി, കൊളസ്ട്രം, അംല, അലോവേര പ്രോഡക്ട്സ് വരുന്നുണ്ട്. അതുപോലെ വെസ്റ്റീജിന്റെ പ്രൈം കാറ്റഗറി വരുമ്പോൾ അത്രയധികം പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ ശരീരഭാഗങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ഹെയർ ടു നെയിൽ, മുടി മുതൽ നഖം വരെയുള്ള ശരീര ഭാഗങ്ങളെ സംരക്ഷിക്കുന്ന അത്രയധികം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് വെസ്റ്റീജ് പ്രൈം കാറ്റഗറിയിൽ വരുന്നത്. അതുപോലെ ഡീടോക്സ് ആൻഡ് റെജുവിനേഷനിൽ നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന ടോക്സിൻസ്, നമുക്കറിയാം അന്തരീക്ഷത്തിലൂടെയും ഭക്ഷണത്തിലൂടെയൊക്കെ ഒരുപാട് ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്നുണ്ട്. ആ ടോക്സിൻസിനെ എല്ലാം റിമൂവ് ചെയ്തുകൊണ്ട് ഒരു ടോക്സിൻ ഫ്രീ ബോഡി ആക്കി മാറ്റാനായിട്ട് നമ്മൾ ഒരു ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാറ്റഗറിയാണ് ഡീടോക്സിൽ വരുന്നത്. അതിൽ ഡീടോക്സ് ഫുഡ് പാച്ചസ്, അതുപോലെ തന്നെ കണ്ണിന്റെ ആരോഗ്യത്തിന് ഐ സപ്പോർട്ട് വരുന്നുണ്ട്. നമ്മുടെ ദഹന വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യാൻ ഫൈബർ വരുന്നുണ്ട്. അതുപോലെ ക്യാൻസർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കുർക്കുമിൻ പ്ലസ് ഈ ഒരു പ്രോഡക്റ്റ് കാറ്റഗറിയിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ് കാറ്റഗറിയിൽ നമുക്ക് ഫിറ്റ്നസ് ആഗ്രഹിക്കാത്ത വ്യക്തികളിൽ അപ്പൊ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ പൗഡർ, വെസ്ലിമിന്റെ ഷേക്ക്, ക്യാപ്സ്യൂൾ, അതുപോലെ തന്നെ വെസ്ലിം ടീ അവൈലബിൾ ആണ്. വുമൻസ് ഹെൽത്ത് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ട് കമ്പനി ഒരുപാട് പ്രോഡക്ട്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് നമുക്കിപ്പോ മെൻസ്ട്രൽ സൈക്കിൾ പീരീഡിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനും അതുപോലെ അതിന് വേണ്ടിയിട്ട് ശതാവരി മാക്സ്, അതുപോലെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്ഷീണം, വിളർച്ച എന്നിവയെ മാറ്റാനായിട്ടുള്ള ഫോളിക് ആൻഡ് അയൺ പ്ലസ്, ഹെയർ, സ്കിൻ, നെയിൽ, പേര് പോലെ തന്നെ ഹെയറിനെയും സ്കിന്നിനെയും നെയിലിനെയും സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രോഹാർട്ട് സെക്ഷനിൽ നമുക്ക് ഫ്ലാക്സ് ഓയിൽ, എലാജിനൈൻ, അതുപോലെ തന്നെ കോയിൻസൈം ക്യൂട്ടൺ അവൈലബിൾ ആണ്. അതുപോലെ അടുത്ത കാറ്റഗറി പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ആയുഷ്, അത് ആയുർവേദം ഗ്ലോബലി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വെസ്റ്റീജ് കമ്പനിയും അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 100% ആയുർവേദിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ആയുഷ് കാറ്റഗറിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഹെൽത്ത് ഫുഡ് കാറ്റഗറിയിൽ നമുക്ക് omega-3 റിച്ച് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള റൈസ് ബ്രാൻ ഓയിൽ, അതുപോലെ തന്നെ എനർജി സ്നാക്ക് ബാറുകൾ, ബ്രേക്ക്ഫാസ്റ്റ് സിറിയൽസ്, ടീ, കോഫി പൗഡേഴ്സ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ന്യൂട്രീഷണൽ പൗഡർ, ഫ്രഷൻ അപ്പ് ഡ്രിങ്ക്, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സ്പ്രേ സെക്ഷനിലേക്ക് വരുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, വെസ്റ്റീജ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കാറ്റഗറിയാണ്. 4 തരത്തിലുള്ള സ്പ്രേസ് നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാം. വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12,
മൾട്ടി വൈറ്റമിൻ, ഇതിന്റെ എല്ലാം ഒരു സ്പ്രേസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ സാധാരണ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു സ്പ്രേ എന്ന് പറയുന്നത് നമുക്ക് സബ്ലിംഗൽസിൽ സ്പ്രേ ചെയ്യാനാണ്. നമ്മുടെ നാവിനടിയിൽ സ്പ്രേ ചെയ്യുമ്പോൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് ഈ ഒരു വൈറ്റമിൻസിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്ന പ്രോഡക്ട്സ് ആണ്. ഇതിൽ കൂടാതെ നമുക്ക് മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ബയോട്ടിൻ സ്പ്രേ, അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ളവർക്ക് മെലാറ്റോണിൻ ഓറൽ സ്പ്രേ വിത്തിൻ 1 യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് ഈ ഒരു സ്പ്രേ സെക്ഷനിലേക്ക് വരുന്നത്. അതുപോലെ ഓറൽ സെക്ഷനിലേക്ക് വരുമ്പോൾ 3 തരത്തിലുള്ള പേസ്റ്റ് അവൈലബിൾ ആണ്. മോണപഴുപ്പ്, പല്ലുപുളിപ്പൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാവുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള കാറ്റഗറിയാണ്. അതുപോലെ മൗത്ത് വാഷ്, ടൂത്ത് ബ്രഷ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് പേഴ്സണൽ കെയർ. നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ അതായത് ആരോഗ്യം പോലെ തന്നെ നമ്മൾ എല്ലാവരും സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണല്ലോ. അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് ഒരുപാട് അവൈലബിൾ ആണ്. നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം, അതുപോലെ ഹാൻഡ് ബോഡി ലോഷൻ, ഫെയർനെസ് ക്രീം, ആന്റി ഏജിങ് ആയിട്ടുള്ള നൈറ്റ് ക്രീംസ്, ഹാൻഡ് വാഷ്, അതുപോലെ TFM 76 എബോവ് ഉള്ള സോപ്പുകൾ അവൈലബിൾ ആണ്. ഹെർണിക്ക ഫ്ലേവറിന്റെ മുടി കൊഴിച്ചിൽ താരനൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെർണിക്ക ഫ്ലേവറിന്റെ ഹെയർ ഓയിൽ അവൈലബിൾ ആണ്. ഹാർംഫുൾ കെമിക്കൽസ് അടങ്ങിയിട്ടില്ലാത്ത ഷാംപൂസ് അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് കാറ്റഗറി പേഴ്സണൽ കെയർ പ്രോഡക്ട്സിൽ വരുന്നുണ്ട്. നാച്ചുറൽ പേഴ്സണൽ കെയറിലേക്ക് വരുമ്പോൾ നമ്മുടെ മുഖ സൗന്ദര്യത്തിന് വേണ്ടിയുള്ള നാച്ചുറൽ ആയിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. മാക് ഡ്രൈവിലേക്ക് വരുമ്പോൾ എഞ്ചിന്റെ സഫിഷ്യൻസി നിലനിർത്താൻ എഞ്ചിൻ ഓയിലിനോടൊപ്പം നമുക്ക് യൂസ് ചെയ്യാവുന്ന എനർജൈസർ അവൈലബിൾ ആണ്. നാനോ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈവെസ്റ്റ് സെക്ഷനിലേക്ക് വരുമ്പോൾ ഹൈജീനും അതുപോലെ തന്നെ വെസ്റ്റീജും കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള ഹൈവെസ്റ്റ് കാറ്റഗറി, ഫോസ്ഫേറ്റ് കണ്ടന്റ് അടങ്ങിയിട്ടില്ലാത്ത ഡിഷ് വാഷ് ലിക്വിഡ്, അതുപോലെ തന്നെ ടോയ്ലറ്റ് കഴുകുന്ന ലോഷൻ, തുണി കഴുകുന്ന ലോഷൻ, തറ തുടക്കുന്ന ലോഷൻ, എല്ലാം സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്ട്സ്. നിങ്ങൾക്ക് വിത്തിൻ 1 യൂസിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ ട്രൂമാൻ കാറ്റഗറിയിൽ നമുക്ക് ജെൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കാറ്റഗറി പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വെലിനോടെയും മിസ്റ്റൽ ഓഫ് മിലാന്റെ വെറൈറ്റി ഓഫ് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. സ്കിൻ ഫോർമുല 9 ഇതൊരു ട്രീറ്റ്മെന്റ് കാറ്റഗറി പ്രോഡക്ട്സ് ആണ്. സാധാരണ നമ്മൾ ക്രീം ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഓഫ് സ്കിന്നിനെ മാത്രമായിരിക്കും അത് ഒരു പാച്ചപ്പ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ സ്കിൻ ഫോർമുല 9ലേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ 3 ലെയർ വരെ, സ്കിന്നിന്റെ 3 ലെയർ വരെ ഇറങ്ങിയിട്ട് അത്രയധികം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, യുവത്വം നിലനിർത്താനും കണ്ണിനടിയിലുള്ള കറുപ്പ് നിറം മാറ്റാനും അങ്ങനെ നമ്മുടെ ഫേസിന് വേണ്ടിയിട്ടുള്ള എല്ലാ അതായത് മുഖക്കുരു, കറുത്ത പാടുകളൊക്കെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ്, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഈ സ്കിൻ ഫോർമുല 9ലേക്ക് വരുന്നുണ്ട്. അഗ്രികൾച്ചർ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ചെലവ് ചുരുക്കിക്കൊണ്ട് വിളവ് കൂട്ടാൻ നമ്മളെ സഹായിക്കുന്ന അഗ്രി പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. വളരെയധികം വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് കാറ്റഗറി കൂടിയാണ്. അതുപോലെ തന്നെ ഷാർപ്പ് കമ്പനി പേറ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്തിരുന്ന വാട്ടർ പ്യൂരിഫയർ അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് കണ്ടില്ലേ. കമ്പനിയുടെ പ്രോഡക്ട്സിനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമ്മൾ പരിചയപ്പെട്ടു. ഇപ്പോ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ കാണുന്നത്, ഇതുവരെ ഈ ഒരു പ്രസന്റേഷൻ കേൾക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ എങ്ങനെയാണ് പ്രോഡക്ട്സ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്, ആ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം ആണ് നമ്മളിവിടെ കാണുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിംഗ്, അതായത് നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ്, നമ്മൾ എല്ലാവരും കൺസ്യൂമേഴ്സ് ആണ്, നമ്മുടെ വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ആ ഒരു വരുമാനം ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് നമ്മൾ നമ്മുടെ ഏറ്റവും തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന്, അതും ഒരു റീറ്റെയിലർ ഷോപ്പിൽ നിന്ന് നമ്മൾ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ആ ഒരു റീറ്റെയിലർ ഷോപ്പിലേക്ക് പ്രോഡക്ട്സ് എങ്ങനെയാണ് എത്തുന്നത്? ഓഫ് കോഴ്സ് അതിനൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ടാവും. ആ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് C&F സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, അങ്ങനെ പല ഇടനിലക്കാർ വഴിയാണ് നമ്മുടെ ഏറ്റവും തൊട്ടടുത്തുള്ള റീറ്റെയിലർ ഷോപ്പിലേക്ക് പ്രോഡക്ട്സ് എത്തുന്നുണ്ടാവുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? പരസ്യങ്ങൾ കണ്ടിട്ടാണ്. ടിവിയിലും പത്രത്തിലും ഒക്കെ പരസ്യങ്ങൾ കണ്ടിട്ട് ആ പരസ്യത്തിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സ്, അവർ അഭിനയിച്ചു കാണിക്കുന്നു. ഒരു പ്രാവശ്യം പോലും യൂസ് ചെയ്യാത്ത ആക്ടേഴ്സ് അവിടെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് സൗന്ദര്യം ലഭിക്കും, നിങ്ങളുടെ കുട്ടിക്ക് ബുദ്ധി ലഭിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഭിനയിച്ചു കാണിക്കുന്നു. അവരുടെ അഭിനയത്തിന്റെ തീവ്രത കൂടുന്നത് അവർക്ക് കിട്ടുന്ന ആ ഒരു വരുമാനത്തിന്റെ തീവ്രത അനുസരിച്ച് അത്രയധികം നന്നായിട്ട് അവർ അഭിനയിച്ച് കാണിക്കും. ഈ ഒരു അഭിനയം കണ്ടിട്ട് ആകൃഷ്ടരായി ഈ ഒരു ക്വാളിറ്റീസ് ഒക്കെ നമ്മളിലേക്കും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, വെറും പ്രതീക്ഷ മാത്രം വെച്ച് പുലർത്തിക്കൊണ്ട് നമ്മുടെ കയ്യിലുള്ള വരുമാനം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിക്കുന്നു. ഇവിടെ റീറ്റെയിലർ ഷോപ്പിൽ നിന്ന് ഒരു 100 രൂപ കൊടുത്ത് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എക്സാക്ട് അതിന്റെ കമ്പനിക്ക് വരുന്ന ഒരു മേക്കിംഗ് കോസ്റ്റും പ്രോഫിറ്റും അടങ്ങുന്ന ഒരു തുക എന്ന് പറയുന്നത് വെറും 40 രൂപ മാത്രമാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന 100 രൂപയിൽ 40 രൂപ കമ്പനി എടുക്കുന്നു, അവരെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി എടുക്കുന്നു. ബാക്കി വരുന്ന 60% തുക, അതായത് 60 രൂപ, പകുതിയിലധികം വരുന്ന തുക നമ്മൾ ഈ ഒരു ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും പരസ്യത്തിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സിനും വീതം വെച്ച് പോകുന്ന ഒരു തുകയാണ്. അപ്പൊ നമ്മൾ
ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോഡക്റ്റ് പരസ്യത്തിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സിന് വരെ നമ്മൾ പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ് ഈ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ. കമ്പനിയുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് കോസ്റ്റ് തുകയായിട്ടുള്ള 60% തുക നമ്മൾ കൺസ്യൂമേഴ്സിന്റെ കൈകളിൽ തന്നെ ഈടാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു രീതിയാണ് നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ട ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നടക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ കമ്പനി ഒരു ഡയറക്ട് സെല്ലിംഗ് മെത്തേഡിലാണ് നമ്മളിലേക്ക് പ്രോഡക്ട്സ് എത്തിക്കുന്നത്. ഇവിടെ ഈ ഒരു സ്ലൈഡിൽ തന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇടനിലക്കാരും പരസ്യക്കാരും ആരും തന്നെയില്ല. വെസ്റ്റേജ് കമ്പനിയിൽ നിന്ന് നേരിട്ട് പ്രോഡക്ട്സ് കൺസ്യൂമേഴ്സിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട്സ് തോന്നാം, എങ്ങനെയാണ് പ്രോഡക്ട്സ് നമ്മളിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് ഈ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്തത് നമ്മളെ അറിയുന്നത്, ക്വാളിറ്റി എങ്ങനെയാണ് അറിയുന്നത്? ഓഫ് കോഴ്സ് ഇതിന്റെ മാർക്കറ്റിംഗ് വിങ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ആണ്. നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ കണ്ടു, ഒരു പ്രാവശ്യം പോലും യൂസ് ചെയ്യാത്ത ആക്ടേഴ്സ് അഭിനയിച്ചു കാണിക്കുന്നുവെങ്കിൽ ഇവിടെ യൂസ് ചെയ്ത കൺസ്യൂമേഴ്സ് തന്നെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നു. അപ്പൊ അത്രയധികം എക്സൈറ്റ്മെന്റും അത്രയധികം സിൻസിയർ ആയിട്ടായിരിക്കും ഈ ഒരു കൺസ്യൂമേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വിശ്വസിച്ച് ഈ ഒരു പ്രോഡക്ട്സ് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇവിടെയും നമ്മുടെ കമ്പനി 40% മേക്കിംഗ് കോസ്റ്റും പ്രോഫിറ്റും അടങ്ങുന്ന ഒരു തുകയാണ് എടുക്കുന്നത്. ബാക്കി വരുന്ന 60% തുക കമ്പനി സേവ് ചെയ്ത് വെച്ചിട്ട്, കമ്പനിയുടെ മാർക്കറ്റിംഗ് വിങ് എന്ന് പറയുന്നത് ഇവിടെ കൺസ്യൂമേഴ്സ് ആണല്ലേ. അപ്പൊ ഈ ഒരു കൺസ്യൂമേഴ്സിന് ഒരു വരുമാനം കൂടെ നേടിക്കൊടുക്കുന്ന ഒരു രീതി, അതായത് ഈ ഒരു 60% തുക കമ്പനി സേവ് ചെയ്ത് വെച്ചിട്ട് കൺസ്യൂമേഴ്സിലേക്ക് തന്നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് അവരിലേക്ക് ഒരു വരുമാനം കൂടെ നേടിക്കൊടുക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സിസ്റ്റം. നമ്മൾ ഈ ഒരു 60% തുക ഇത്രയും നാൾ പലരിലേക്കായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. ഈ ഒരു 60% തുക നമ്മളിലേക്ക് കിട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ചെറിയൊരു ചേഞ്ച്, അതായത് ചേഞ്ച് യുവർ ഷോപ്പ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങൾ ഇതുവരെ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും പലതരത്തിലുള്ള പല കടകളിൽ നിന്ന് പ്രോഡക്ട്സ് വാങ്ങിക്കുന്നുണ്ടാവും. നമുക്ക് ഏറ്റവും പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിക്കും. അതല്ല, നമ്മൾ ടൗണിൽ പോകുന്നുണ്ടെങ്കിൽ ടൗണിലെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടാവും ഈ പ്രോഡക്ട്സ്. പക്ഷെ എവിടെയും ഷോപ്പ് ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ ബ്രാൻഡ് ചേഞ്ച് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മളിലേക്ക് ഇതുവരെ ഒരു വരുമാനം കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ലൈഫിന് യാതൊരു തരത്തിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചില്ല. നമ്മളൊരു കൺസ്യൂമർ ആയിട്ട് ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, അത്ര തന്നെ. അതും നമ്മുടെ തലമുറ തോറും നിലനിർത്തി പോകണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇവിടെ വെസ്റ്റേജ് കമ്പനിയിലേക്ക് നമ്മുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തത് വഴി നമുക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒട്ടനവധി കാര്യങ്ങൾ നമ്മളിലേക്ക് കിട്ടുമെന്ന്. ഒരു എക്സ്ട്രാ ഇൻകം, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഹെൽത്ത്, വെൽത്ത്, റെക്കഗ്നീഷൻ, അതുപോലെ നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് ഈ ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കമ്പനിയായിട്ട് കോപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവുക? നിങ്ങളെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യും? നിങ്ങളെ ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്ത വ്യക്തികൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്, ഈ ഒരു കമ്പനിയോടൊപ്പം നിങ്ങൾ കൺസ്യൂമർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു വരുമാനം കൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അതൊരു ബിസിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 9 തരത്തിലുള്ള വരുമാനമാണ് ഇവിടെ കമ്പനി കാത്തുവച്ചിരിക്കുന്നത്. അതൊരു ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സേവിങ്സ് ഓൺ കൺസംഷൻ 10 മുതൽ 20% വരെ, റീപർച്ചേസ് പെർഫോമൻസ് ബോണസ് 5 മുതൽ 16% വരെ, ഡയറക്ടർ ബോണസ് 15%, ടീം ബിൽഡിംഗ് ബോണസ് 3%, അതുപോലെ ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് 18%. സർ, സ്ലൈഡ് സ്റ്റക്ക് ആയോ? സോറി സാറേ, സ്ലൈഡ് ഒന്നുകൂടി കാണിക്കാവോ? ഓക്കെ. ട്രാവൽ ഫണ്ട് 3%, അതുപോലെ തന്നെ കാർ ഫണ്ട് 5%, ഹൗസ് ഫണ്ട് 3%, അതുപോലെ എലൈറ്റ് ക്ലബ് ബോണസ് 2%. ഇത്രയധികം വരുമാനങ്ങൾ നമ്മളിലേക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കമ്പനിയോടൊപ്പം നമ്മൾ കോപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു കൺസ്യൂമർ ആയിട്ട് നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു കമ്പനിയോടൊപ്പം ഒരു ഡിജിറ്റൽ ഐ ഡി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ആ ഒരു ഡിജിറ്റൽ ഐ ഡി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൺസ്യൂമർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആസ് എ കൺസ്യൂമർ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. MRP-യിൽ 10 മുതൽ 20% ഓഫറിന് നിങ്ങൾക്ക് പ്രോഡക്ട്സ് ലഭിക്കുന്നു. അതുപോലെ തന്നെ റീപർച്ചേസ് ഓഫർ അപ് ടു 10%, 10% പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ക്യാഷ് ബാക്ക് 5 മുതൽ 16% വരെ. സ്റ്റാർട്ടിംഗിൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് ഓരോ പെർട്ടിക്കുലർ പോയിന്റ് ലെവൽ എത്തിക്കഴിയുമ്പോൾ 8%, 12%,
16% ഉയരുന്നുണ്ടാവും. എല്ലാ മാസവും 10-ാം തീയതി നമ്മൾ ചെയ്യുന്ന ബിസിനസിനനുസരിച്ചിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന ഒരു തുകയാണിത്. അതുപോലെ തന്നെ മണി ബാക്ക് ഗ്യാരണ്ടി 100% നമ്മൾ നേരത്തെ കണ്ടു. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഓഫർ, സ്ഥിരതയുള്ള ഒരു കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു ഓഫർ ആണിത്. നമ്മളെല്ലാം സ്ഥിരതയുള്ള കസ്റ്റമേഴ്സ് ആണ്. നമുക്ക് എവിടെയും സ്ഥിരമായിട്ട് നിന്നിട്ട് ഇത്തരത്തിലുള്ള യാതൊരു വിധ ഓഫേഴ്സും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ വെസ്റ്റീജ് കമ്പനിയുടെ സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ കമ്പനി പറയുന്ന ഒരു കൺസിസ്റ്റൻസി പീരീഡ് ഉണ്ട്. 2-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ഒരു സമയം. ആ ഒരു സമയത്തിനുള്ള ഒരു 100 പോയിന്റിന്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒരു 4 മാസം അടുപ്പിച്ചിട്ട് വാങ്ങിക്കുന്ന സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആണ് നിങ്ങളെങ്കിൽ 5-ാമത്തെ മാസം ഏകദേശം MRP 3000 രൂപ വരുന്ന പ്രോഡക്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഇത് നിങ്ങളൊരു നിർബന്ധിത സ്കീം അല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഈ ഒരു ഓഫർ ഗ്രാബ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ഓഫർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ലക്കി ഡ്രോ, എവറി മന്തിൽ ലക്കി ഡ്രോ ഉണ്ട്. അപ്പൊ നിങ്ങളെ ആരൊക്കെയാണ് ഈ ഒരു ബിസിനസ്സിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക? നിങ്ങളെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണക്ട് ചെയ്ത വ്യക്തി നിങ്ങളുടെ സ്പോൺസർ ആയിരിക്കും. അദ്ദേഹം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ വെസ്റ്റീജ് കമ്പനി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. വിന്നിംഗ് ടീം, ഓഫ് കോഴ്സ് വിന്നിംഗ് ടീം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്രയധികം നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത്രയധികം ആളുകൾ ഉള്ളപ്പോൾ ഒരു വിജയിക്കാൻ അത്രയധികം സാധ്യതയുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ പെർഫോമൻസ് ബോണസ് 5 മുതൽ 16% വരെ ലഭിക്കുന്ന പെർഫോമൻസ് ബോണസ് എങ്ങനെയാണ് നമ്മളിലേക്ക് കിട്ടുന്നുണ്ടാവുക അത് നമുക്ക് ഈ ഒരു സ്ലൈഡിൽ കാണാം. എല്ലാ പ്രോഡക്ട്സിനും ഓരോ പോയിന്റ് ലെവൽ ഉണ്ട്. ഒരു പോയിന്റിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 30 രൂപ വരുന്ന ഒരു റേറ്റ് ആണ് വരുന്നത്. ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു 5% ക്യാഷ് ബാക്ക് ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതൊരു 600 പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് 8% ക്യാഷ് ബാക്ക് ആയിട്ടും, അതുപോലെ 2400 പോയിന്റ്സ് എത്തിക്കഴിയുമ്പോൾ 12% ക്യാഷ് ബാക്ക് ആയിട്ടും, അതുപോലെ 5500 പോയിന്റ് എത്തി കഴിയുമ്പോൾ നമുക്ക് 16% ക്യാഷ് ബാക്ക് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഈ ഒരു 5500 പോയിന്റ് ലെവൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു കമ്പനിയുടെ ഫസ്റ്റ് പിൻ ലെവൽ ആയിട്ടുള്ള ബ്രോൺസ് ഡയറക്ടർ എന്ന പിൻ ലെവൽ അച്ചീവ് ചെയ്യുന്നുണ്ടാവും. ഇതൊരു ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷൻ കൂടെ നമുക്ക് കമ്പനി ഇവിടെ തരുന്നുണ്ട്. ഇവിടെ ഒരു 600 പോയിന്റ്സിന് പകരം ഒരു 300 പോയിന്റ്സ് നിങ്ങൾക്ക് ഒരു സിംഗിൾ മന്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് 8% ആവാനും, അതുപോലെ തന്നെ 5500 പോയിന്റ്സിന് പകരം 4500 പോയിന്റ്സ് നമുക്ക് ഒരു സിംഗിൾ മന്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ബ്രോൺസ് ഡയറക്ടർ എന്ന പിൻ ലെവൽ അച്ചീവ് ചെയ്യാനും ഇവിടെ കമ്പനി ഒരു അവസരം ഒരുക്കുന്നുണ്ട്. ഇവിടെ ബ്രോൺസ് ഡയറക്ടർ ആയുള്ള ഒരു ബ്രോൺസ് ഡയറക്ടർക്ക് കിട്ടുന്ന ഒരു ഇൻകം സ്ട്രക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങളും ഈ ഒരു ബിസിനസ് ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, നമ്മളും നമ്മളോടൊപ്പം കോപ്പറേറ്റ് ചെയ്യുന്ന ഫാമിലീസും കൂടിയിട്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. ആ ഒരു ഫാമിലി അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 6 ഫാമിലീസും കൂടിയിട്ട് നമ്മൾ ഒരു 5500 പോയിന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആവുന്നു. ആ ഒരു സമയത്ത് നമുക്ക് 10 to 20% ഓഫ് ഓൾറെഡി നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് 10 മുതൽ 20% ഓഫറാണ് പ്രോഡക്ട്സ് ലഭിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരു പെർഫോമൻസ് ബോണസ് അത് നമുക്കൊരു 16% ലഭിക്കുന്നുണ്ടാവും. അതുപോലെ ടീം ബിൽഡിംഗ് ബോണസ് ഒരു 3% തുക കൂടെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ടാവും. ഇവിടെ ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വന്ന നമ്മളെ ഈ ഒരു ബിസിനസ്സിലേക്ക് കോപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികളിലേക്ക് ഒരു വരുമാനം നേടിക്കൊടുക്കുമ്പോഴാണ് നമ്മൾ ഹയർ പിൻ ലെവലിലേക്കും ഹയർ ഇൻകം ലെവലിലേക്കും മൂവ് ഓൺ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഒരു ഫാമിലിയെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു ബ്രോൺസ് ഡയറക്ടർ എന്ന പിൻ ലെവലിലേക്ക് ക്വാളിഫൈ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ സിൽവർ ഡയറക്ടർ ആവുന്നുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഇൻകം കൂടാതെ തന്നെ നമുക്ക് ഒരു LOB ഒരു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 18% നമുക്ക് ഒരു തുക ലഭിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു ട്രാവൽ ഫണ്ട് 3% കൂടെ ലഭിക്കുന്നുണ്ടാവും. അതുകൂടാതെ തന്നെ ഒരു 2 ഫാമിലീസിനെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗോൾഡ് ഡയറക്ടർ ആവുന്നുണ്ടാവും. ഒരു 3 ഫാമിലീസിനെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർ ഡയറക്ടർ എന്ന പിൻ ലെവൽ ക്വാളിഫൈ ചെയ്യും. ഈ ഒരു സമയത്ത് നമുക്ക് കമ്പനിയുടെ ആയിട്ടുള്ള 3% നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഇതും ഇതുപോലെ തന്നെ നമുക്കൊരു ലൈഫ് ലോങ് ലഭിക്കുന്ന ഒരു തുകയാണ്. അതുപോലെ തന്നെ 8, 12, 16 ഫാമിലീസിനെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, ഡബിൾ ക്രൗൺ ഡയറക്ടർ, അതുപോലെ തന്നെ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആയിട്ട് നമ്മൾ മാറുന്നുണ്ടാവും. ഈ ഒരു സമയത്ത് കമ്പനിയുടെ എലൈറ്റ് ക്ലബ് ബോണസ് 2% നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഇതൊരു 2% എന്ന് കേൾക്കുമ്പോൾ വളരെ ചെറിയ എമൗണ്ട് ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ ഒരു 2% ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇതെല്ലാം സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. ഓക്കെ, ഈ വെസ്റ്റീജിന്റെ ട്രാവൽ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഈ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അതുകൂടാതെ തന്നെ നമുക്ക് വെസ്റ്റീജിന്റെ കാർ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഡ്രീം കാർ സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതുപോലെ നമ്മുടെ ഡ്രീം ഹൗസ് സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇപ്പൊ നമ്മൾ ഡ്രീം കാർ കണ്ടു, ഡ്രീം ഹൗസ്, വേൾഡ് ടൂർ, അങ്ങനെ ഒരു ഹെൽത്ത്, വെൽത്ത്, റെക്കഗ്നീഷൻ, അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ സാധിക്കുന്നുണ്ട്. ഇവിടെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന 3 ഇൻഡസ്ട്രികളാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. വെൽനസ്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്,
മാർക്കറ്റിംഗ്, അതുപോലെ ഇ കോമേഴ്സും. നമ്മളുടെ ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസിനസ് ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് വെൽനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണ്, നെറ്റ്വർക്ക് ക്രിയേഷൻ ആണ് ബിസിനസ്. എത്രമാത്രം നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് കൂട്ടാൻ സാധിക്കുന്നു അത്രമാത്രം നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഇ കോമേഴ്സ് വഴി, അതായത് ഫോണിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇ കൊമേഴ്സ് വഴി നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്. നിങ്ങൾ റൈറ്റ് പ്ലേസിലാണ് എത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഇതിനൊരു ക്ലോസിംഗ് സെഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നല്ലൊരു ഡിസിഷൻ എടുക്കുക. നിങ്ങളെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളുമായിട്ട് സംസാരിക്കുക. നല്ലൊരു ഡിസിഷൻ, നിങ്ങളുടെ ലൈഫിനെ സെക്യൂർ ആക്കാൻ, നിങ്ങളുടെ ഫാമിലിയെ സെക്യൂർ ആക്കാൻ, ഒരു ഹെൽത്തി ലൈഫ് ആസ്വദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു പ്രസന്റേഷനിലേക്ക് എനിക്ക് ഒരു അവസരം നൽകിയ വിന്നിംഗ് ടീമിന്റെ എല്ലാ ലീഡേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു ഓൾ.